ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു കുഞ്ഞ് ഔട്ടിംഗ് പോയാലോ. നമ്മളിതാ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള തുമ്പ ബീച്ചിലാണ് കേട്ടോ. അപ്പോൾ ഇത് വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല. ഇവിടെയൊക്കെ ഉള്ളവർക്ക് അറിയാമായിരിക്കും. ആളൊഴിഞ്ഞ തിരക്കൊഴിഞ്ഞ ഫാമിലിയോടൊപ്പം വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ബീച്ചാണ് കേട്ടോ നമ്മുടെ ഈ തുമ്പ ബീച്ച്. ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെന്ന് പറഞ്ഞ കോവളം, ശംഖുമുഖം, ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ആയിരിക്കും കൂടുതലും ടൂറിസ്റ്റുകളൊക്കെ പോകുന്നത് കേട്ടോ. അവിടെ നിന്നെല്ലാം വ്യത്യസ്തമാണ് കേട്ടോ നമ്മുടെ ഈ തുമ്പ ബീച്ച് എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് കടൽത്തീരങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ മണൽത്തരിക്ക് അതിൻ്റെതായ പ്രത്യേകത ഉണ്ട് കേട്ടോ. നല്ല സ്വർണ്ണ കളറിലുള്ള മണൽത്തരിയാണ് ഇവിടുത്തെ വേസ്റ്റുകളൊന്നും ഒരുപാട് അടിയാത്ത ഒരു സ്ഥലമാണ്. അതുകൂടാതെ തന്നെ ഇവിടെ തിരകൾക്കൊക്കെ നമ്മുടെ അവിടുത്തെ അത്രയും ശക്തിയിൽ കയറുന്നില്ല അല്ലേ. അതെ, ഒരു മീഡിയം ലെവലിൽ നമുക്ക് നിന്ന് കളിക്കാൻ ഭയങ്കര തിരമാല കയറിയിട്ടില്ല കേട്ടോ. ഇതിന്റെ ബാക്കിലോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പ്രദേശവാസികളൊക്കെയാണ് കൂടുതൽ ഇവിടെയൊക്കെ കടൽ തീരങ്ങളിലൊക്കെ വന്നിരിക്കുന്നതൊക്കെ. ഒരുപാട് ആളുകളൊന്നുമില്ല. അതെ, വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ബീച്ച്, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു സ്ഥലം. തന്നെ വളരെ കുറച്ച് ആളെ ഉള്ളായിരുന്നു. എന്നാൽ തന്നെയും നമുക്ക് നമ്മളെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോകും. ആ രീതിയിലുള്ളതാണ് നമ്മുടെ തുമ്പ ബീച്ച് എന്ന് പറയുന്നത് കേട്ടോ. സ്വർണ്ണ മണൽ തരികളിൽ നിറഞ്ഞ ഒരു കടൽ തീരം. കടൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണല്ലോ. എല്ലാവർക്കും ഇഷ്ടമാണ് കടലിൽ ഒന്ന് കളിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം വന്ന് കടൽക്ക് കാറ്റേറ്റ് നിൽക്കുക എന്നൊക്കെ പറയും. നമ്മളവിടെ പോകുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, പക്ഷെ അതങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് അവിടേക്ക് നിന്നൊരു വീഡിയോ എടുത്തതാണേ. കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ.